ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മാതൃഭൂമി പ്രസൻറ്റ് ചെയ്യുന്ന സീഡ് എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല മഴയത്താണ് എൻ്റെ ഈ യാത്ര. രാവിലെ 10 മണിക്കായിരുന്നു അവിടെ പ്രോഗ്രാം. നേരത്തെ തന്നെ ഞാൻ ഇറങ്ങി. അങ്ങനെ മലപ്പുറം സെൻറ്റ് ജമ്മാസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി. മഴ നന്നായിട്ട് തകർക്കണുണ്ടായിരുന്നു. എൻ്റെ കൂടെ വേറെ ടീച്ചറുണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും അവിടെ എത്തി. ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ മാതൃഭൂമി ഒരുപാട് ഗിഫ്റ്റ്സൊക്കെ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കും ഒരെണ്ണം അവർ തന്നു. പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവിടെയുള്ള പ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യണുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് അവർ തന്ന കിറ്റിലുള്ള എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്യായിരുന്നു. അതിൽ ഡയറി, അതുപോലെ നോട്ട് പാഡ്, ഒരു ന്യൂസ് പേപ്പർ, പ്ലാന്റ്സിൻ്റെയൊക്കെയുള്ള ഒരു ബുക്ക്ലെറ്റ്സ് അതൊക്കെ തന്നിരുന്നു. ഞാൻ അതൊക്കെ അങ്ങനെ ചെക്ക് ചെയ്തു. പിന്നെ പ്രോഗ്രാം ഏകദേശം എല്ലാവരും എത്തി. പ്രോഗ്രാമിന് ഒരുപാട് സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പ്രോഗ്രാം നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ IPS സാറ്, മിസ്റ്റർ ശശിധരൻ സാറ് നന്നായിട്ട് നമ്മളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ എന്തൊക്കെ നമുക്ക് മാറി ചിന്തിക്കാമെന്നുള്ളത് ഈ ഒരു സ്പീച്ചിൽ നിന്ന് എനിക്ക് കിട്ടി. അതിനിടയിൽ നമുക്കൊരു ടീ ബ്രേക്ക് കിട്ടി. ഇലയുടെയും ചായയൊക്കെ ആയിരുന്നു. നന്നായിട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് ഓരോ സാറന്മാർ വന്നിട്ട് നമുക്കൊരുപാട് ക്ലാസ്സുകൾ, പുതിയ പ്ലാൻസ്, പ്രധാന അവരുടെ ലക്ഷ്യം സമൂഹ നന്മ കുട്ടികളിലൂടെ എന്നതായിരുന്നു ഈ സീഡിൻ്റെ സന്ദേശം. എനിക്ക് ഏറ്റവും ഇമ്പ്രസ്സായിട്ട് തോന്നിയത് ഈ പ്രോഗ്രാമിൽ ഈ മാതൃഭൂമിയുടെ തന്നെ ഒരു തനിച്ചല്ല എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റായിരുന്നു. നമുക്ക് ആൺകുട്ടികളും പെൺകുട്ടികളുടെ ഒരു ഭേദമന്യേ എങ്ങനെയൊക്കെ അവരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം, അവരെ എങ്ങനെ ബോൾഡാക്കി നിർത്താം, ഒരാളെയും പേടിക്കാതെ എങ്ങനെ നമുക്ക് സമൂഹത്തിൽ അവരെ സുരക്ഷിതരാക്കാം എന്നുള്ള ഒരു പ്രോജക്റ്റായിരുന്നു അത്. അപ്പോൾ ഞാൻ ഇതിൽ കാണുമ്പോൾ തന്നെ ഒരുപാട് ഓപ്ഷൻസ് അതിലുണ്ടായിരുന്നു. അതുപോലെ ഗാഥ മാം ഉണ്ട്, നമ്മുടെ എക്സൈസ് വകുപ്പിൽ മലപ്പുറത്ത് തന്നെ വർക്ക് ചെയ്യണ മാം. നല്ല കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിനോടൊപ്പം പുള്ളിക്കാരിയുടെ നമ്പർ വരെ നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. IPS ഓഫീസറിൻ്റെ നമ്പർ ഷെയർ ചെയ്തു. കാരണം നമുക്ക് ഒരു ടീച്ചർ എന്ന നിലയിലും ഒരു മാതാവ് എന്ന നിലയിലും നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു സമൂഹത്തിൽ കുട്ടികളുടെ നേരെയുള്ള ഹരാസ്മെൻറ്റ് നമ്മൾ കണ്ടാൽ, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും വേഗം അറിയിക്കുക എന്നുള്ള രീതിയിൽ അവർ വളരെ സപ്പോർട്ടീവാണ് നമുക്ക് സംസാരിച്ചത്. അതെനിക്ക് നല്ല ഇഷ്ടമായി. ഏതായാലും നമ്മളെ സ്കൂളിനെ അഭിമുഖീകരിച്ചാണ് എനിക്ക് പോവേണ്ടി വന്നെങ്കിലും എനിക്ക് ഒരുപാട് ഉപകാരമുള്ളൊരു ക്ലാസ്സായിരുന്നു ഇത്. ഒരുപാട് കുട്ടികൾക്ക് തന്നെ നമുക്ക് പ്രകൃതിയോട് എങ്ങനെ കുട്ടികളെ ചേർത്ത് നിർത്താമെന്നുള്ള ഒരു സന്ദേശവും കൂടി ഈ ഒരു സീഡിൽ ഉണ്ടായിരുന്നു. ഏതായാലും ഒരുപാട് ഉപയോഗമുള്ള, കുട്ടികൾക്കും അതുപോലെ ടീച്ചേഴ്സ് വളരെ ഉപകാരപ്രദമുള്ളൊരു ക്ലാസ്സായിരുന്നു. കുട്ടികളെ എങ്ങനെ നമുക്ക് പ്രകൃതിയോട് ചേർത്ത് നിർത്താം എന്നതായിരുന്നു ഇവരുടെ ഒരു ലക്ഷ്യം. അപ്പോൾ ഇത് നമ്മൾ സ്കൂളിൽ ഇതൊരു പ്രാവർത്തികമാക്കിയാൽ തന്നെ കുട്ടികൾ ഒരുപാട് പ്രകൃതിയുമായി അടുക്കും, ഭൂമിയുമായിട്ട് അടുക്കും, മണ്ണുമായിട്ട് അടുക്കും. ഇതൊക്കെ ഇതിൻ്റെ ഒരു ബെനിഫിഷ്യലായിട്ട് വരുന്ന ഒരു കാര്യങ്ങളാണ്. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു, എല്ലാവരും കൂടെ ഒരുമിച്ചൊരു ഫോട്ടോയൊക്കെ എടുത്തു പിരിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.